മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. 3 ആളുകൾക്ക് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നു. ഒന്ന് മഗ്ദലന മറിയവും രണ്ട് ശിഷ്യന്മാരും. ഈ ശിഷ്യന്മാരുടെ പേര് പറഞ്ഞിട്ടില്ല. 16-ാം അധ്യായത്തിലെ 9 മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. അവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടി ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. അതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ആഴ്ചയുടെ ആദ്യ ദിവസം മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അതുപോലെ സലോമിയും കൂടി യേശുവിനെ അന്വേഷിച്ച് കല്ലറിയിൽ ചെന്നു. അവിടെ അവർ കണ്ടില്ല. അവർ തിരിച്ചു പോരുന്ന വഴിക്ക് യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് പ്രതിപാദിക്കുന്നത്. ഒന്നാമത് പ്രതിപാദിക്കുന്നത് ദേവാലയത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴാണ്, ഖബറിടത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴാണ്. അൾത്താര സൂചിപ്പിക്കുന്ന ഖബറിടമാണ്. ആ ഖബറിടത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ദൈവത്തിൻ്റെ അനുഭവം ലഭിച്ച ധാരാളം ആളുകളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു ധ്യാനം ഡൽഹിയിൽ നടത്തുകയാണ്. പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു എന്നുള്ള വചനം ചൊല്ലിക്കൊണ്ട് പോകാൻ പറയുന്നു. വർഷങ്ങളായിട്ട് രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുന്ന മകള് വീട്ടിൽ ചെല്ലുമ്പോൾ പൂർണ്ണമായ സൗഖ്യം നൽകി. ആ സൗഖ്യം നൽകുന്ന യേശുവിൻ്റെ അരികിലാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു ചെല്ലുന്നത്. പോകും വഴി കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് മഗ്ദലന മറിയം ചെന്ന് യേശുവിനോട് കൂടെയുള്ളവരെ വിവരമറിയിച്ചു. പക്ഷേ അവർ വിശ്വസിച്ചില്ല. കാരണം അവർ ദുഃഖത്തിലായിരുന്നു. ദുഃഖത്തിൽ വിലപിച്ചിരിക്കുമ്പോൾ വന്നു പറയുന്ന വചനങ്ങൾ വിശ്വസിക്കണമെന്നില്ല. തീവ്രമായ ദുഃഖത്തിൽ വരുന്ന ആളുകളുടെ മുമ്പിൽ വചനം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളണമെന്നില്ല. അവർ പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും, പൊട്ടിക്കരയും. ഇതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 2 പേർ പോകുന്ന വഴിക്ക് ഈശോ പ്രത്യക്ഷപ്പെടും. അത് ലൂക്കാ സുവിശേഷങ്ങളിൽ 24-ാം അധ്യായത്തിൽ പറയുക, എമാവുസിലേക്ക് പോകുന്നവരായിരിക്കണം അത്. അപ്പോൾ പോകുന്ന വഴിക്കാണ് മഗ്ദലന മറിയത്തിനും ഈ 2 ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെടുന്നത്. ഏകാന്തമായി നമ്മൾ വനത്തിലൂടെ പോകുമ്പോൾ, യാത്രകളിൽ നമ്മൾ തകർന്നു പോകുന്നു എന്ന് കരുതുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ അനുഭവത്താൽ നിറയുന്നവരാണ് നമ്മൾ. പാലയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ നിർമ്മൽഗ്രാം ധ്യാന കേന്ദ്രത്തിൽ തനിച്ച് ദേവാലയത്തിൽ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന അവസരത്തിൽ തമ്പുരാനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും വന്ന് അവളുടെ മുറിവുകൾ മുഴുവനും, കാല് മുഴുവനും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മുറിവുകളും വലിയ മുറിവുകളും കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി. അവരുടെ സൗഖ്യം ധാരാളമായ ആളുകൾക്ക് വിശ്വാസത്തിന് പ്രചോദനമായി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ഖബറിടത്തിലേക്ക് കടന്നു വന്ന 3 സ്ത്രീകള്, അവർക്ക് അങ്ങയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഖബറിടത്തിലിരിക്കുന്ന ആ മാലാഖമാരെ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. തിരിച്ചു പോകുന്ന വഴിക്ക് അങ്ങ് മർത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടല്ലോ, മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടല്ലോ. ദൈവമേ, യാത്രകളിലാണ് രണ്ടാമത് 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഞങ്ങളുടെ യാത്രകളിൽ അനുഗ്രഹിക്കണമേ. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 2ാമത്തെ വിവരണമാണ് നമ്മൾ എടുത്തത്. നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.
എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉയർപ്പിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഉണരട്ടെ. ആമേൻ.